ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ പിക്സൽ 9 പറ്റിയിട്ടാണ്. അതായത് ഇപ്പൊ നിലവിൽ വെച്ചിട്ടുള്ളത് ഐഫോണായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ആൻഡ്രോയിഡ് ഫോണുകളിൽ ഒന്ന് സാംസങ് ഗാലക്സി S24 അൾട്ര. അതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെ വരുന്ന ഒരു ഫോണാണ് ഗൂഗിൾ പിക്സൽ 9 പ്രോ എക്സൽ. നമുക്ക് അതിന്റെ വിലയൊന്ന് നോക്കാം. ഗൂഗിൾ പിക്സൽ 9 80,000, ഗൂഗിൾ പിക്സൽ 9 പ്രോയ്ക്ക് 1,10,000, 9 പ്രോ എക്സലിന് 1,25,000. പിന്നെ ഗൂഗിൾ പിക്സലിന്റെ ഫോൾഡ് ഉണ്ട്, ഫോൾഡിന് 1,73,000 പറയുന്നവര്. ആരും ചാടി കയറിപ്പോൾ വാങ്ങാൻ നിൽക്കണ്ട. ബിഗ് ബില്യൺ ഡേയ്സിലും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിനും പ്രൈസ് പറയാൻ ചാൻസ് ഉണ്ട്. ഇവര് ഉപയോഗിച്ച പ്രൊസസ്സർ എന്ന് പറയുന്നത് പുതിയൊരു പ്രൊസസ്സറാണ്. അതായത് ടെൻസർ G4 എന്ന് പറഞ്ഞിട്ട്. പേര് കേൾക്കുമ്പോൾ പുതിയായിട്ട് തോന്നിക്കേണ്ട. അതായത് സാംസങ്ങിന്റെ ഇവര് കോഡിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കിയ ഒരു പ്രൊസസ്സറാണ് ടെൻസർ G4. പക്ഷെ എനിക്ക് അത്രയ്ക്ക് ഇതായിട്ട് തോന്നില്ല. കാരണം എക്സിനോസിന്റെ സെയിം സ്ട്രക്ചറാണ് ടെൻസറിനും. അതുകൊണ്ട് തന്നെ ചൂടാവാനും ലാഗ് അടിക്കാനും ചാൻസസ് ഏറെയാണ്. പിന്നെ അടുത്ത കൊല്ലം ഗൂഗിൾ TSMC ആയിട്ടാണ് കൊളാബ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് സ്നാപ്ഡ്രാഗന്റെ ലെവലുള്ള ഒരു പ്രൊസസ്സറായിട്ട് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. മാത്രമല്ല 3M നാനോമീറ്ററിന്റെ ആർക്കിടെക്ചറാണ് ആ പ്രൊസസ്സറിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്ററി എഫിഷ്യൻസി വളരെയധികം കൂടുതലായിരിക്കും, പെർഫോമൻസ് അല്പം കൂടുതലായിരിക്കും. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള ഒരു കാരണം അൾട്രാസോണിക്കിന്റെ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തേക്കുന്നത്. ഇത്രയും കാലം അവർ കൊടുത്തിരുന്നത് ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനർ ആയിരുന്നു. അത് വളരെ സ്ലോ ആയിരുന്നു. പക്ഷെ അൾട്രാസോണിക് സാംസങ് S24 അൾട്രയിലൊക്കെ യൂസ് ചെയ്യുന്ന ഫിംഗർ പ്രിന്റ് സംവിധാനം അൾട്രാസോണിക്, അത് അല്പം വളരെ ഫാസ്റ്റ് ആയിരിക്കും അല്പം കൂടി. ഇനി ഡിസ്പ്ലേയുടെ കാര്യങ്ങൾക്ക് വരികയാണെങ്കിൽ 3000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് കൊടുത്തേക്കുന്നത്. എപ്പോഴും 3000 നിറ്റ്സ് കിട്ടില്ല. HDR പ്ലേ ബാക്കിനൊക്കെ 2000 നിറ്റ്സ് ഉള്ളൂ. അപ്പൊ അതിൻ്റെതായ പരിമിതികൾ ആ ഡിസ്പ്ലേക്ക് ഉണ്ട്. ഫ്രണ്ട് ക്യാമറ 4K അല്ല, 4 ഫോണുകളും ഫ്രണ്ട് ക്യാമറ 4K റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ പറയാനായിട്ട് ഒരു ഇതുണ്ട്, ചാർജറിന്റെ വാട്ട് മാറ്റിയിട്ടുണ്ട്. പിക്സൽ 9 പ്രോ ഒക്കെ 55% ചാർജ് ആവാനായിട്ട് 30 മിനിറ്റും 9 പ്രോ എക്സല് 45 വാട്ട്സിന് ചാർജ് ആണ്. അതുകൊണ്ട് തന്നെ 70% കയറാനായിട്ട് 30 മിനിറ്റ് മാത്രം മതി. നെറ്റ്വർക്ക് പ്രോബ്ലം ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. പിക്സൽ 6 തൊട്ട് തുടങ്ങിയ ഒരു പ്രശ്നമാണ് നെറ്റ്വർക്ക് പ്രോബ്ലം. ലിഫ്റ്റ് കയറുമ്പോൾ റേഞ്ച് കിട്ടാനില്ല. അങ്ങനത്തെ ഇഷ്യൂസ് ഇപ്പോഴും പിക്സൽ 9 വരെ എത്തിയിട്ടും അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വർഷം 2024 ഒക്ടോബറോടുകൂടി ആൻഡ്രോയിഡ് 15 സ്റ്റേബിൾ വെർഷൻ പിക്സലിലേക്ക് കിട്ടും. ബീറ്റ അതിന് മുമ്പ് കിട്ടും. ബീറ്റ സ്റ്റേബിൾ ആയിരിക്കില്ല. സ്റ്റേബിൾ വെർഷൻ ഒക്ടോബറിലോട്ട് കിട്ടുകയുള്ളൂ.